ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു രാവിലെ മുതൽക്ക് ഉച്ചവരെ എന്ന് പറയാൻ പറ്റില്ല, രാവിലത്തെ വിശേഷങ്ങൾ മോർണിംഗ് റൊട്ടീൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ വെളിച്ചൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാനൊരു 5:30 5:25 എൻ്റെ അലാറം അടിക്കും. ആ അലാറം അടിച്ച് എണീച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോഫയിൽ വന്ന് കുറച്ച് നേരം കിടക്കും. എന്നിട്ട് പിന്നെ ഒരു 6:45 വീണ്ടും എണീച്ചിട്ട് ഇവാനെ മദ്രസക്കുള്ള ചായയൊക്കെ വെച്ച് ഇവാനെ വിളിച്ച് അങ്ങനെ ഓളെ പറഞ്ഞയക്കും. എന്നിട്ട് പിന്നെ കുറച്ച് നേരം വീണ്ടും ഫോണുമ്മ കളിച്ചിരിക്കും ഇവ പോയതിന് ശേഷം. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും എന്ന് അറിയില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, കിടക്കാനും കാര്യങ്ങൾക്കും ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നിസ്കാരം കഴിഞ്ഞ പാടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, കിച്ചണിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചമൊക്കെ പുറത്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഇരുട്ടാണ്. തലേ ദിവസം ഗ്യാസൊക്കെ കഴുകി അതിൻ്റെതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വെച്ച് ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ലൈറ്റ് വരും പോകും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, നല്ല രീതിയിൽ വോൾട്ടേജിൻ്റെ പ്രശ്നം രാവിലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, ഇടയ്ക്ക് പോകും ഇടയ്ക്ക് വരും അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ തലേ ദിവസം ദോശമാവിനുള്ളത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അന്നത്തെ ദിവസേ ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് ഹാപ്പി ആക്കാൻ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ വേണമെന്നൊന്നുമില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഒരു ദിവസം തന്നെ ഫുൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലേ. ദോശമാവ് പൊളിച്ച് വരുന്നതും മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട് പിന്നെ ഇതാണോ ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. ആ ഒരു ദോശമാവൊക്കെ പെർഫെക്റ്റ് ആവുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയാവുക, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് അന്നത്തെ ഏറ്റവും വലിയ കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശയാക്കാൻ വിചാരിച്ചു. കുറേ ദിവസമായി ദോശ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ദോശ ചൂടാന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, പലരും പറയുന്ന കേട്ടിട്ടുണ്ട് എത്ര എടുത്താലും പണികൾ തീരൂല, രാവിലെ എത്ര ഇതാക്കിയാലും ഒന്നൊന്നും ശരിയാവൂല, മക്കൾ പോകുമ്പോഴേക്കും ഒന്നും റെഡി ആവൂല, എല്ലാ പണികളും കഴിയുമ്പോഴേക്കും ഉച്ചയാവും, 2 മണിയാവും, 3 മണിയാവും, അങ്ങനെ പറയുന്ന പല ആളുകളും ഉണ്ട് കേട്ടോ. ചിലർ മനഃപൂർവ്വം വേറെ പണികളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്ലോ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ചിലർ എത്ര ഇതാക്കിയാലും ഒന്നൊന്നും ഒരുങ്ങാതെ വൈകുന്നേരം വരെ അടുക്കളയിൽ നിന്നെങ്ങാണ്ട് പണിയെടുക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തന്നെ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ എന്നും കുറച്ച് നേരം ഗ്യാപ്പ് കിട്ടുന്ന ടൈമിൽ രാവിലെ കിടക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനേ ടൈം കാണുള്ളൂ കേട്ടോ. ആ ഒരു കിടത്തം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, നമ്മളുടെ പണി കാര്യങ്ങൾ ഒന്നും കഴിയൂല. ചില ദിവസങ്ങളിൽ ഞാൻ മനഃപൂർവ്വം അങ്ങനെ കിടക്കാറുണ്ട്. കാരണം പണി ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഗ്യാപ്പിട്ട് കിടക്കും കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ കാര്യമായിട്ടും ഞാനിതുപോലെ പ്രൊഡക്റ്റീവ് ആവാനും നോക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ മടി പിടിച്ചിങ്ങാണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, മനസ്സിന് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. എൻ്റെ മാത്രം എന്തേ ഒന്നും കഴിയാത്ത, എത്ര എടുത്താലും തീരാത്തൊരു പണി എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വിചാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രാവിലെ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽറ്റ് നമ്മുടെ ആ നിസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞ ഉടനെ തന്നെ എന്തായാലും ആ ഒരു ഡ്യൂട്ടിക്ക് നമ്മൾ എന്നും രാവിലെ എണീക്കുന്നവരാണല്ലോ. അപ്പോൾ ആ എണീച്ച് വരുന്ന ടൈമിൽ തന്നെ നേരെ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കുക. കിച്ചണിൽ കയറി ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ എടുത്ത സാധനങ്ങൾ അപ്പം തന്നെ നമ്മൾ കിച്ചണിന് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതുകൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതുപോലെ തന്നെ അപ്പോൾ പരന്നിട്ടുള്ള പാത്രങ്ങൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ കഴുകിക്കൊണ്ടിരിക്കുക. സാധാരണ ഇവ സ്കൂളിൽ പോയതിന് ശേഷം എൻ്റെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ 3 കൗണ്ടർ ടോപ്പ് എനിക്കുണ്ട്. ആ 3 കൗണ്ടർ ടോപ്പിലും പാത്രമില്ലാത്തൊരു സ്ഥലം പോലും ബാക്കി ഉണ്ടാവില്ല കേട്ടോ. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പിൽ എനിക്ക് പാത്രം കഴുകാനുള്ള ടൈം കിട്ടുന്നില്ല. കാരണം ഓരോ പണികളെടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഉറങ്ങുമ്പോൾ പിന്നെ ഞാൻ കിച്ചണിൽ കയറുന്നത് 7:45 8 മണി ആ ഒരു ടൈമിലേക്കായിരിക്കും. പിന്നെ 8 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ
9 മണിക്ക് ഇവ മദ്രസ വിട്ട് വരും. മദ്രസ വിട്ട് വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും മോൾക്ക് കൊണ്ടുപോകേണ്ട ലഞ്ചും അയാനക്കുട്ടിക്ക് ചായ കൊടുക്കലും എല്ലാതും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു വഴിയായിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഞാൻ ഓളെയും പറഞ്ഞയച്ചിട്ട് പിന്നെയാണ് ചിലപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാറ്. അപ്പോൾ ആ കഴുകുന്ന ടൈമിൽ കിച്ചണിക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് പാത്രങ്ങൾ എടുത്ത് കൂട്ടിയിട്ടുണ്ടാകും കേട്ടോ. നേരെ മറിച്ച് നമ്മൾ റിലാക്സ് ആയിട്ട് ഓരോ പണിയും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പരത്തുള്ളൂ. നമ്മളൊരു പാത്രം എടുത്ത് അത് എന്ത് ചെയ്യും, ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതപ്പോൾ ചൂടോടുകൂടി നമ്മളങ്ങ് കൊണ്ടുപോയി കഴുകി വെക്കും. കാരണം നമുക്ക് അവിടെ ടൈമുണ്ട്, ആ പാത്രം കഴുകി വെച്ചിട്ട് പിന്നെ അടുത്ത ജോലി ചെയ്യാനുള്ള ടൈം നമ്മളുടെ കയ്യിലുണ്ട്. അല്ലാത്ത സമയത്ത് കാരണം നമുക്ക് ആ ടൈം കിട്ടണില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ പാത്രം അവിടെ ഇടും, പിന്നെ അടുത്ത പാത്രം എടുക്കും, അപ്പോൾ അത് കഴിഞ്ഞാൽ അത് അവിടെ ഇടും. അപ്പോൾ അതൊക്കെ കൂടെ ഒരു കുന്നോളം കഴുകാനുള്ള ഇക്കാരം. പാത്രം കഴുകുന്നത് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് കുക്കിംഗ് അവർ പിന്നെ അഡ്ജസ്റ്റ് ആക്കും, ക്ലീനിങ് അഡ്ജസ്റ്റ് ആക്കും. പക്ഷേ ഈ പാത്രം കഴുകലൊന്നും തീരെ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകുന്നവർ ഒരുപാട് പേരുണ്ടാകും. അതുപോലെ മക്കളെ 2-3 മക്കളെ പറഞ്ഞയക്കുന്നവരുണ്ടാകും. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ തന്നെ മക്കൾ ട്യൂഷന് പോകുന്നവരുണ്ടാകും. രാവിലെ 7 മണി 7:30 ആകുമ്പോഴേക്കിന് ട്യൂഷന് പോകുന്ന മക്കളുള്ളവരുണ്ടാകും. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാമെന്നോ, കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെക്കുക കേട്ടോ. എന്ത് ചെയ്യുക, നാളെ എന്താണോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മക്കൾക്ക് ലഞ്ച് കൊടുത്തേക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു പ്ലാന് മനസ്സിൽ വിചാരിച്ചിട്ട് അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, തലേദിവസം മാക്സിമം കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ചിലർ വിചാരിക്കും അപ്പോൾ രാത്രിയും പണിയെടുക്കണ്ടേ രാവിലെയും പണിയെടുക്കണ്ടേ, എന്നാൽ പിന്നെ രാവിലെ പണിയെടുത്താൽ പോരെ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ മക്കളെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഓല് എഴുതിയ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓലെടുത്ത് പോയി ഇരുന്നുങ്ങാണ്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് എന്താണെങ്കിലും അത് കട്ട് ചെയ്യും കാര്യങ്ങളും ചെയ്യുക. ഓൽക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ അതുപോലെ ഇരുത്തിരുന്നുങ്ങാണ്ട് പറഞ്ഞു കൊടുക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അരമണിക്കൂറല്ലടോ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നുള്ളൂ. ആ ഒരു അരമണിക്കൂർ നമ്മൾ രാത്രിക്ക് അത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, രാവിലെ എണീച്ചാൽ ഒരു പണിയില്ല, അതെടുത്തങ്ങ് കുക്ക് ചെയ്യേണ്ട ഒരു പണിയേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചിലർ പറയും നിങ്ങളൊക്കെ ഗ്യാസിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, നമ്മൾ അടുപ്പ് കത്തിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലാന്ന്. ഞാനിപ്പോഴാണ് കേട്ടോ ഇവിടെ അന്ന് പുതിയ വീട്ടിലേക്ക് ഇരുന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്യാസുമ്മ ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ തറവാട്ടിലുണ്ടായിരുന്ന ടൈമിൽ അവിടെ ഉമ്മയും ഉപ്പയും നമ്മളെല്ലാവരും കൂടെ ഉള്ള ഫാമിലി ആയിരുന്നപ്പോൾ നമ്മളെല്ലാതും അടുപ്പ് തന്നെയാണ് വെച്ചിരുന്നത് കേട്ടോ. അന്നും ഞാൻ ആ ഒരു ടൈമിൽ ഇതേപോലെ ചോറും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഇവാക്ക് കൊണ്ടുപോകാൻ കൂട്ടാനും ബ്രേക്ക്ഫാസ്റ്റേക്കുള്ള കറിയും എല്ലാതും ഞാൻ അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇവാനെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് അതും ശീലമുണ്ട് ഇതും ശീലമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുമ്മ പണിയെടുത്തിട്ട് ഇങ്ങനെ പറയാൻ വലിയ പണിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. രണ്ടും ഞാൻ പഴറ്റി നോക്കിയിട്ടുള്ള പനികൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരുവിധം ഉള്ളവരൊക്കെ മിക്കവാറുള്ളവരും ഇങ്ങനെ ഗ്യാസിൽ പണിയെടുക്കുന്നവരായിരിക്കും. എന്നിട്ട് പോലും പണികൾ ഒരുങ്ങുന്നില്ല എന്ന് പറയുന്ന പലരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും ഇവ മദ്രസയ്ക്ക് പോലും പോകാനായിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ചിക്കൻ മസാല തേക്കലും അതുപോലെ ഇവാക്കിന്ന് സ്കൂളിലോട്ട് പൊട്ടറ്റോ ഫ്രൈ മതി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ തേച്ച് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ രാവിലെ അപ്പത്തേക്കുള്ള ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയപ്പോൾ ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ ചിക്കൻ മസാല വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിൽ ഞാൻ കറി വെക്കുന്നില്ല കേട്ടോ. കറി വെക്കാനുള്ള ടൈം എനിക്കില്ലായിട്ടല്ല, ടൈം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ കറിനോട് ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ള പൊട്ടറ്റോ ഫ്രൈയും അതുപോലെ തന്നെ എന്താ പറയുക ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആർക്കും കറിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കാണെങ്കിലും മക്കൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറിയും കൂടെ റെഡിയാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടൈമിലേക്കൊന്നും ഇവ മദ്രസയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ഇത്രയും പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരു 10 മണിയായപ്പോഴേക്കും എൻ്റെ അടിക്കലും തുടക്കലും തിരുമ്പലും കുളിയും എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ 8 മണിക്കൊക്കെ ജോലിക്ക് പോകുന്നവരും ഒക്കെ 9 മണിയാകുമ്പോഴേക്കും ജോലിക്ക് മക്കളെ പറഞ്ഞയച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി മീൽ പ്രിപ്പറേഷൻ നടത്തുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ റീസ്റ്റോക്കിംഗ് നടത്തുന്നതാണ്. നിങ്ങളോടിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാത്രിക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഒരാഴ്ചക്കാണ് പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ചക്കുള്ള പച്ചക്കറി എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക.
ഉപ്പേരിക്കുള്ളത് കട്ട് ചെയ്ത് അങ്ങനെ, അതുപോലെ തന്നെ കറിക്കുള്ളത് അങ്ങനെ, തേങ്ങ ചിരവേണ്ടത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജ് റീസ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരാഴ്ചയ്ക്ക് എങ്ങനെയാണ് മീൽ പ്രിപ്പറേഷൻസ് നടത്തുന്നത് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആകുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ ഞാൻ ചിക്കനും കൂടെ അവിടെ മാരിനേഷൻ ചെയ്തുങ്ങാണ്ട് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ചിക്കൻ ചിലപ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാറ്. ചിലപ്പോൾ എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതവിടെ കിടന്നുങ്ങാണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം അങ്ങ് മുരിഞ്ഞു പോകും. എല്ലാ ഭാഗവും മുരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുത്തുങ്ങാണ്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ ഫ്രൈ ആയിട്ട് വന്നോളും. അപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈയും അവിടെ റെഡി ആയിട്ടുണ്ട് മൊത്തത്തിൽ. ഇനിയിപ്പോൾ അതൊന്ന് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഒരു മൂലൊക്കെ ഒതുക്കി കൊണ്ടുപോയി വെക്കുക. ഇത് ഉള്ള ചട്ടിയും കുക്കറും വെട്ടിയും കുടുക്കി എന്ന് പറഞ്ഞ മാതിരി ഒക്കെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കാണാൻ തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും കേട്ടോ നമുക്ക്. നേരെ മറിച്ച് കിച്ചണിൽ എപ്പോഴും കിച്ചണിൽ പിന്നെ പാത്രങ്ങളല്ലാതെ എന്താ ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അങ്ങനെയല്ല, ഞാൻ എല്ലാതും കബോർഡിൻ്റെ ഉള്ളിൽ കൂടി വെക്കും കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഒക്കെ കബോർഡിൻ്റെ ഉള്ളിൽ കൂടി വെക്കും. എന്തെങ്കിലും കഴുകി വെച്ചതൊക്കെ വെള്ളം വാരാൻ വെച്ചത് മാത്രമേ അവിടെ എവിടെയെങ്കിലും വെക്കുള്ളൂ. അപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് എണ്ണ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കഴുകാൻ പറ്റിയില്ല. ഇനി ഒരു പാത്രത്തേക്ക് ചൂടാറിയതിന് ശേഷം അത് വെച്ച് ഒഴിച്ചിട്ട് പിന്നെ ആ ചട്ടിയും കൂടെ അവിടുന്ന് കഴുകി വെക്കണം. ഇപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കഴുകലതിന് അടുക്കള മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, കിച്ചണിൽ ഇന്ന് ഞാൻ അതിശയപ്പെട്ടു പോയിട്ടോ. കുറച്ച് പാത്രം മാത്രമേ എനിക്കിന്ന് കഴുകാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ യൂസ് ചെയ്യണതിനനുസരിച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്തുകൊണ്ടല്ലേ, അത് ടൈം കിട്ടുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ ഇവ മദ്രസയ്ക്ക് പോണതിൻ്റെ മുമ്പോൾക്കുള്ള ചമ്മന്തിയും ദോശയും ഞാൻ അവിടെ വെച്ച് കൊടുത്ത് അത് കഴിച്ചിട്ട് അതാ ഓള് പോകണു കേട്ടോ. അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓള് പോയി, മദ്രസക്ക് പോയി. ഇപ്പോൾ സമയം ഒരു 7:10. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മളുടെ എല്ലാതും കഴിഞ്ഞ് ചോറ് അവിടെ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് ഞാൻ റേഷൻ അരി ആയതുകൊണ്ട് അത് ഞാൻ നന്നേ രാവിലെ തീമക്കാൻ വെച്ചില്ല. ഏറ്റവും ലാസ്റ്റാണ് ചോറിൻ്റെ കാര്യം മാത്രം നോക്കിയത് കേട്ടോ. അങ്ങനെ ചോറ് അവിടെ കിടന്ന് തിളക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ അയാനക്കുട്ടി എണീച്ചിട്ടുണ്ട് കേട്ടോ. ഓളും അവിടെ എൻ്റെ പിന്നാലെ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ താഴെ കമൻ്റ് ആക്കിയാൽ മതി. ഇതിൻ്റെ മുമ്പ് വിരിച്ച ബെഡ്ഷീറ്റും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവരും ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ ബെഡ്ഷീറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. മറ്റേ ആ ബ്ലൂ അതും നല്ല ഭംഗിയാണ് കേട്ടോ. വിരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രസം ഉണ്ടാവും കാണാൻ. ഇവിടെ ഞാൻ വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതേപോലെ സായിത്താത്തയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സായിത്താത്ത ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. മൂത്തച്ചിയാണ് കേട്ടോ സായിത്താത്ത. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അതാ ബെഡ്റൂമിൻ്റെ കാര്യം അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു വാരണം, പിന്നെ തുടക്കണം. അപ്പോൾ തിരുമ്പാനുള്ളത് ഞാൻ എന്ത് ചെയ്തു, കൊണ്ടുപോയിട്ട് മെഷീനിലും ഇട്ടു. അതുപോലെ തന്നെ കല്ലിൽ അലക്കാനുള്ളത് കല്ലിലും അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കല്ലിൽ അലക്കാനുള്ളത് ഉണ്ടാകും. കാരണം അയാനക്കുട്ടീൻ്റെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നല്ല രീതിയിൽ മണ്ണും ചളിയൊക്കെ ആക്കിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകളൊക്കെ ഒന്ന് കല്ലിൽ അലക്കും. അതുപോലെ നമ്മുടെ വീതന തുടപ്പ്, പിന്നെ തുടപ്പ് ചവിട്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളതൊക്കെ കല്ലിൽ അലക്കും കാര്യങ്ങളും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ തിരുമ്പുമ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സ്കൂളില്ലാത്ത ദിവസങ്ങളിലോ അങ്ങനെ എപ്പോഴേലൊക്കെ അയങ്ങാണ്ട് അത് പ്ലാൻ ചെയ്തിങ്ങാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈസി ആയിട്ട് പണികൾ തീർക്കാൻ പറ്റും കേട്ടോ. ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഞാൻ വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യാറ്. എന്നാൽ നമുക്കത് ഒരു സമാധാനത്തിൽ പണികളെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയില്ല. മടി പിടിച്ചിരിക്കുന്ന ദിവസം എനിക്കില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്, എനിക്കുണ്ട്. ആ മടി പിടിച്ചിരിക്കുന്ന ദിവസം എനിക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്, അല്ലാത്ത ദിവസങ്ങളിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് ആ ദിവസങ്ങളിൽ നല്ല രീതിയിൽ പണികളെടുക്കും. അപ്പോൾ പിന്നെ മടി പിടിച്ചിരിക്കുന്ന ദിവസം വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ദാ ഞാൻ എന്താ പറയുക,
വെള്ളം തിളച്ച വെള്ളമാണ് കേട്ടോ ലഞ്ച് ബോക്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഈ ഡെയിലി ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇതാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കഴുകി കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാലും 2 ദിവസമൊക്കെ കൂടുമ്പോൾ അതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലീനായി കിട്ടാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നിങ്ങൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ മുറ്റടിക്കാനുണ്ട് കേട്ടോ. തലേദിവസം വൈകുന്നേരം ഞാൻ മുകളിൽ നിന്നുള്ള അടിച്ചു വാരിയിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു, താഴത്തേക്ക് കോരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. എല്ലാ പണി ഞാൻ ഇന്ന് 10 മണിയാകുമ്പോഴേക്കിനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ എല്ലാ പണിയും മെനക്കെട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് അങ്ങനെ അധികം വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും വരാനുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ, ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഇല വീഴുന്ന ഒരു മുറ്റവും കാര്യങ്ങളാണ്, 4 പുറം റബ്ബറൊക്കെ ഉണ്ടാവുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഇലയൊന്നും വീഴാത്തൊരു മുറ്റാണെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ അടിച്ചു വാരിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കി ഒരു ദിവസം അടിച്ചു വാരാൻ വരുന്നുള്ളൂ, ഒരു ദിവസം എന്ത് ചെയ്യണില്ല അടിച്ചു വാരാൻ വരുന്നില്ല. പിന്നെ ഡെയിലി തുടക്കാത്തവരാണെങ്കിൽ അടിച്ചു വാരുന്ന ദിവസം എന്ത് ചെയ്യുക തുടക്കണ്ട, അടിച്ചു വാരാത്ത ദിവസം തുടക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ചെറിയ മക്കളുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടാകും. അവരുടെയൊക്കെ പരാതിയായിരിക്കും ഒന്നൊന്നും ഒരുങ്ങൂല ഈ കുട്ടികളെയും കൊണ്ട് എന്നുള്ളൊരു പരാതി. ആ കുട്ടികളെയും കൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പണികൾ എടുത്തുങ്ങാണ്ട് ഇതാക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് മൂത്ത മക്കളെയും കൊണ്ട് അവരെടുത്ത കാര്യങ്ങൾ അവരെയും കൊണ്ട് തന്നെ എടുത്ത് വെപ്പിച്ചിങ്ങാണ്ട് എന്ത് ചെയ്യുക ശീലിപ്പിക്കുക. എന്നാൽ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ യൂസ്ഫുള്ളാകും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നിങ്ങളെ കയ്യിൽ തന്നെ എത്തേണ്ട ഒരവസ്ഥയായിരിക്കും കേട്ടോ. ഇവിടെ അയാനക്കുട്ടി ആയിക്കോട്ടെ ഇവായ ആയിക്കോട്ടെ, ഓല് രണ്ടാളെ എന്ത് കാര്യം പരത്തിക്കുകയാണെങ്കിലും ഞാൻ രണ്ടാളെയും കൊണ്ട് എടുപ്പിക്കും കേട്ടോ. എടുത്ത് വെപ്പിക്കും. അവരുടെ കാര്യം ചെയ്താൽ മതി. അവരുടെ ഡ്രസ്സുകൾ അവർ വലിച്ചിട്ടിക്കണമെങ്കിൽ അതുകൾ എടുത്ത് വെപ്പിക്കുക. അവർ കിടക്കുന്ന ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിപ്പിക്കുക. ഇവാക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ബെഡ്റൂമൊക്കെ നല്ല നീറ്റാക്കി ഇങ്ങാണ്ട് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓളെയും കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അത് അവർക്ക് തന്നെ യൂസ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ എൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവ വന്നിട്ടുണ്ടായിരുന്നു. ഓളെ ഞാൻ പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഓളെ പറഞ്ഞയച്ചതിന് ശേഷം എന്താ ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ബോഡി ലോഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് മുഖത്തും കയ്യിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കും കേട്ടോ. കാര്യമായിട്ടൊന്നും ഇതാക്കാറില്ല. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാതും കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വിശന്നിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം വിശന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചോറൊക്കെ എടുത്തുങ്ങാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാനക്കുട്ടിൻ്റെയും കുളി കഴിഞ്ഞിട്ടുണ്ട്, ഓളെയും കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഓളവിടെ TV ആണായിരുന്നു. അപ്പോൾ എന്താ കാട്ടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയുക, എങ്ങനെയൊക്കെ വീഡിയോസ് ഇനി വേണം എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ കിടന്നുറങ്ങുക. ഇനിയിപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.